മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള കോൺഗ്രസിൻ്റെ പരസ്പര തർക്കത്തിൽ തലവെച്ച് കൊടുത്ത് എന്തിനാണ് മുസ്ലിം ലീഗ് പുലിവാല് പിടിച്ചത് എന്നതാണ് ഇപ്പോഴത്തെ $1 മില്യൺ ക്വസ്റ്റ്യൻ. ദേശീയ ദിനപത്രം ദി ഹിന്ദു ഇന്ന് മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ് ആ വിഷയത്തിൽ. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ചെന്ന് തലവെച്ച് കൊടുത്തത് രാഷ്ട്രീയമായ വലിയൊരു വിപത്തിനാണ് വഴിയൊരുക്കുന്നത് എന്ന് ദി ഹിന്ദുവിനെ പോലെ ഒരു ദേശീയ ദിനപത്രം അതിന് മുഖപ്രസംഗത്തിൽ വിലയിരുത്തേണ്ടി വരുന്നു അല്ലെങ്കിൽ താക്കീത് ചെയ്യേണ്ടി വരുന്നു എന്നത് നിസ്സാരമായ കാണേണ്ട കാര്യമല്ല. കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള വൃത്തികെട്ട കളികളിൽ എന്നാണ് ഹിന്ദുവിൻ്റെ എഡിറ്റോറിയലിൻ്റെ തലക്കെട്ട് തന്നെ. അതിൻ്റെ മലയാള പരിഭാഷ തന്നെ അങ്ങനെയാണ്. അതായത് തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടില്ല, ഇനിയുമുണ്ട് 2 ദിവസം കൂടി. എക്സിറ്റ് പോൾ ഫലങ്ങളേ വന്നിട്ടുള്ളൂ. അതുതന്നെ ഒരു തരംഗവും പ്രവചിക്കുന്നില്ല. പക്ഷേ ദിവസങ്ങളായി അല്ലെങ്കിൽ ആഴ്ചകളായി കേരളത്തിലെ കോൺഗ്രസ് ആരാകണം UDF വന്നാൽ മുഖ്യമന്ത്രി എന്ന തർക്കത്തിൻ്റെയും അതിനെ തുടർന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയുമൊക്കെയുള്ള ഗോഗ്വാവിളികളുടെയും തിരക്കിലാണ്. ഇതിനിടയിൽ UDFിലെ രണ്ടാം കക്ഷി മുസ്ലിം ലീഗ് അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ VD സതീശനെ, നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നു എന്ന വാർത്ത വന്നു. ഇതോടെയാണ് കാര്യങ്ങൾ വേറെ രീതിയിലേക്ക് മാറിയത്. ദി ഹിന്ദു കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യമുണ്ട്. മുസ്ലിം ലീഗ് കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ പക്ഷം പിടിക്കുന്നതോടുകൂടി കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഹൈന്ദവ ക്രിസ്ത്യൻ അണികൾ അല്ലെങ്കിൽ വോട്ടർമാർ അവർ വേറെ രീതിയിൽ ചിന്തിച്ചേക്കാം. എങ്ങനെയാണത്? സംഘപരിവാർ ആ ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഹിന്ദു താക്കീത് ചെയ്യുന്നത്. അതായത് IUML ആണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് കോൺഗ്രസിൻ്റെ തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ എന്തിന് കോൺഗ്രസിൽ നിൽക്കണം? ബദൽ അപ്പുറത്ത് BJP ഉണ്ട് താനും. പണ്ടത്തെ പോലെയുള്ള BJP അല്ല. കേരളത്തിൽ ചൂണ്ടയിട്ട് കാത്തിരിക്കുന്ന BJP ആണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് വന്ന BJP ആണ്. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 ഇടങ്ങളിൽ 2ാം സ്ഥാനത്ത് വന്ന BJP ആണ്. BJP കേരളത്തിൽ കൂടുതൽ അടിത്തറ ഒരുക്കാനും രാഷ്ട്രീയമായും സംഘടനാപരമായും അവരുടെ മേൽക്കൈ ഉണ്ടാക്കാൻ വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്ന കാലത്താണ് കോൺഗ്രസിൽ നിന്ന് ക്രിസ്ത്യൻ ഹിന്ദു വോട്ടർമാരെ അകറ്റുന്ന രീതിയിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു തന്ത്രപരമായ പിഴവ് സംഭവിച്ചിരിക്കുന്നത്. അതാണ് ഹിന്ദു ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അത് സംഘപരിവാർ കേന്ദ്രങ്ങൾ ക്യാമ്പിൽ തുടങ്ങിക്കഴിഞ്ഞു, പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഏതെങ്കിലും ഒരു പ്രാദേശിക ഓൺലൈൻ മാധ്യമമല്ല ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും അതിന് അതിൻ്റേതായ ഗൗരവമുണ്ട്. പക്ഷെ അത് ഹിന്ദുവാണിത്. രാജ്യം മുഴുവൻ ഇന്ന് ഹിന്ദുവിൻ്റെ ഈ എഡിറ്റോറിയൽ കണ്ടു. ഹിന്ദു വായിക്കുന്നവരെല്ലാം കണ്ടു. പല തലങ്ങളിൽ ചർച്ച ചെയ്തു. രാഷ്ട്രീയ മാധ്യമ രംഗങ്ങളിലൊക്കെ വൻതോക്കുകൾ, വമ്പന്മാർ ആദ്യം വായിക്കുന്ന ദേശീയ പത്രങ്ങളിലൊന്നാണ് ഹിന്ദു. അതിൻ്റെ എഡിറ്റോറിയലാണ് IUMLൻ്റെ കോൺഗ്രസ് മുഖ്യമന്ത്രി തർക്കത്തിലെ ഇടപെടൽ അപകടകരമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല എഡിറ്റോറിയലിൻ്റെ മുഴുവൻ പറയാൻ നമുക്ക് ഈ സമയം അനുവദിക്കുന്നില്ല. പക്ഷേ അവസാന ഭാഗത്ത് കൃത്യമായി ഇത് ഹിന്ദു മുസ്ലിം ലീഗിനെ താക്കീത് ചെയ്യുന്നുണ്ട്. മുസ്ലിം ലീഗ് കക്ഷി മര്യാദ പാലിക്കണം, അതായത് ഘടകകക്ഷി മര്യാദ പാലിക്കണം. ആവശ്യമില്ലാത്ത സമയത്ത് അനാവശ്യമായി എടുത്ത് അഭിപ്രായം പറയരുത്. അത് നിങ്ങൾ കൂടി ഉൾപ്പെടുന്ന മുന്നണിയുടെ ജനാധിപത്യപരമായ താല്പര്യങ്ങൾക്ക്, ഉത്തമ താല്പര്യങ്ങൾക്ക് എതിരായി വരും എന്ന സൂചന തന്നെയാണ് ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ നൽകുന്നത്. ആലോചിച്ച് നോക്കണം. 5ാം മന്ത്രി വിവാദം കേരളത്തിൽ ഏറെ കത്തിക്കപ്പെട്ടതാണ്. 4 മന്ത്രിമാരുണ്ടായിരുന്ന മുസ്ലിം ലീഗിന് ഒരു ഘട്ടത്തിൽ 5ാമതൊരു മന്ത്രി കൂടി വേണം എന്ന് ആവശ്യപ്പെട്ടതിനെ ചൊല്ലി ഉണ്ടായ തർക്കം അന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്ത്. എങ്ങനെയാണ് അത്? മുസ്ലിം ലീഗ് UDFിൽ പിടിമുറുക്കുമ്പോൾ അത് മുസ്ലിം ലീഗ് കോൺഗ്രസിലെ മറ്റ് സമുദായങ്ങളെ അലോസരപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യും.
പക്ഷേ അങ്ങനെ ഭയപ്പെടുകയോ അലോസരപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താനല്ല, അത് കത്തിക്കാനാണ് ഒരു വിഭാഗം ശ്രമിക്കുന്നത്. കോൺഗ്രസിലെ തന്നെ മൃദു ഹിന്ദുത്വവാദികളും കോൺഗ്രസ് പുറത്തുള്ള സംഘപരിവാറിനെ പോലുള്ള ആളുകളും ഒരു വിഭാഗം മാധ്യമങ്ങളും അന്ന് അത് നിഷേധാത്മകമായി ഒരു നെഗറ്റീവ് സംഭവമായി ആഘോഷിക്കുന്നു എന്നുള്ളത് കേരളം കണ്ടതാണല്ലോ. 5ാം മന്ത്രി എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ ലീഗിന് ഓരോന്നിൽ പേര് പോലുമാണ്. 5ാം മന്ത്രി എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിന് തന്നെ ഒരു മോശപ്പെട്ട അനുഭവത്തിൻ്റെ ചുരുക്കപ്പേരായി മാറിയിരിക്കുന്നു. കേരളം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിന് പ്രത്യേക മേധാവിത്വമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഏതെങ്കിലും സമുദായത്തിൻ്റെയോ ഏതെങ്കിലും വിഭാഗത്തിൻ്റെയോ മേധാവിത്വമുള്ള സ്ഥലമല്ല. ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും സമുദായ സൗഹാർദ്ദത്തിൻ്റെയും നാനാത്വത്തിൽ ഏകത്വത്തിൻ്റെയും രാജ്യത്തിൻ്റെ മോഡലാണ്. രാഷ്ട്രീയത്തിലാണെങ്കിലും ഏത് സാമൂഹിക ഇടപെടലാണെങ്കിലും ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള മോശപ്പെട്ട ആഗ്രഹങ്ങളൊന്നും കേരളം വകവെച്ച് കൊടുക്കാറില്ല. അതുകൊണ്ടാണല്ലോ സംഘപരിവാറിന് ഇപ്പോഴും 2 കാലിൽ കേരളത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കേരളത്തിലാണ് ഒരു സമുദായ പേരുള്ള പാർട്ടി UDF പോലുള്ള ഒരു മുന്നണിയിൽ അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് കോൺഗ്രസ് തീരുമാനിക്കേണ്ട കാര്യത്തിൽ കയറി അഭിപ്രായം പറഞ്ഞ് വഷളാക്കിയത്. ആലോചിക്കേണ്ട കാര്യം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിലെ UDFൻ്റെയും LDFൻ്റെയും ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ ഒരിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പല വർത്തമാനങ്ങളും ഉണ്ടാകുമ്പോഴും ഏതെങ്കിലും ഘടകകക്ഷി ആ മുന്നണിയുടെ ഒന്നാമത്തെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യത്തിൽ അനവസരത്തിൽ അഭിപ്രായം പറഞ്ഞ് വഷളാക്കിയിട്ടില്ല. പ്രത്യേകിച്ച് UDFൻ്റെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ലീഗ് ഇടപെടലൊക്കെ നടത്താറുണ്ട് എന്ന് പേരുണ്ടെങ്കിലും നിങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങൾ പറയുന്ന ആളാകണം എന്നിങ്ങനെ പരസ്യമായി ഇലക്ഷൻ ഫലം വരുന്നതിന് മുമ്പേ പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുമില്ല. കരുണാകരൻ്റെയും AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ കാലത്ത് കോൺഗ്രസിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവിടെ നിന്ന് ലീഗ് വെട്ടിക്കിടക്കെ ഇവിടുന്ന് ഡൽഹിക്ക് പോവുക, ഹൈക്കമാൻഡിനെ കാണാൻ പോവുക എന്ന സ്ഥലം ഏർപ്പാടുണ്ടായിരുന്നു. അപ്പോൾ പോലും അവർ ഇത്തരം തുറന്ന ഒരു ഇടപെടൽ നടത്തുകയോ അത് കേരളത്തിൻ്റെ സാമുദായിക അന്തരീക്ഷത്തിന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ UDFൻ്റെയും സാമുദായിക ഇക്വേഷന് അപകടകരമാണെന്ന് ഹിന്ദു പോലുള്ള പത്രം എഡിറ്റോറിയൽ എഴുതുകയോ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. അതൊരു താക്കീതാണ്. കേരളത്തിൻ്റെ ജനാധിപത്യ മുന്നണി സംവിധാനങ്ങളെ ഉലയ്ക്കാൻ സമുദായ രാഷ്ട്രീയത്തിൻ്റെ നിഷേധാത്മക ആഗ്രഹങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയാണല്ലോ ഇപ്പോൾ ലീഗ് നിയന്ത്രിക്കുന്നത്, അതോട് ചേർത്ത് വേണം പറയാൻ. അത് ഹിന്ദു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത്തരം ദുരാഗ്രഹങ്ങൾക്കുള്ള ശക്തമായ വാർണിംഗ് ആണ് ദി ഹിന്ദുവിനെ പോലുള്ള ദേശീയ ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ. കാണാതെ പോകാൻ പാടില്ല, പ്രത്യേകിച്ച് ലീഗ് നേതൃത്വം ഈ താക്കീത്. തൽക്കാലം അത്രമാത്രം പറയുന്നു. നന്ദി, നമസ്കാരം.